ഹുസൈനെ 400 രൂപ ബീഫാണ്, അടിപൊളിയായിട്ട് ഇളക്കും. ആഹാ, ഇയാൾ ഈ കടയൊക്കെ അടച്ചിട്ടിട്ട് ഇത് എവിടെ പോയിരിക്കുന്നുണ്ട് 2 ദിവസം കൊണ്ട്? അകത്ത് എന്തൊക്കെയോ പുകയുന്നുണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെ പരിപാടിയുണ്ട്. കട അടച്ചിട്ട് അകത്തിരുന്ന് വെള്ളമോടി കയ്യോടെ പിടിക്കാം. അയ്യോ ഡേ, ആ പാഷാണത്തിൽ ഇതൊന്നും കിട്ടൂല, എല്ലായിടത്തും മാറ്റിക്കോ. അയ്യോ കയറി ജമാലേ. ആ ബീഫും കൂട്ടിയിരുന്ന് വെള്ളമോടി, ആൽക്കഹോളി ക്ലൈമറ്റ്, മഴ. കൊള്ളാളെ, നിങ്ങൾക്ക് ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയായിരുന്നു കേട്ടോ. ഈ ചെറുക്കന്മാരെയും പിടിച്ച് ഇതായിരുന്നല്ലേ പരിപാടി ഇവിടെ. നീ എന്താ പറഞ്ഞത്? അവന്മാർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ആകാരം. നീ പൊതി വിടാൻ വന്നിരിക്കുന്നത്. എനിക്കൂടെ താഴെ ബീഫ് തരില്ല, നിന്റെ കൊതി കാരണം പോയാണങ്ങോട്ട്. നീ ഇവിടെ സാധനം ഇല്ലേ? ഇപ്പൊ അല്ല, ബീഫെല്ലാം മാറ്റിക്കോ. 2 പീസെങ്കിലും താടേ. നീ അവിടെ ഇരി. ഒരു നാണമില്ലാതെ എന്തിന് നിനക്ക് ഇത്രയും കൊതിയാണ്? നീ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ അകത്ത് കച്ചവടം ചെയ്യുമ്പോൾ ഞാൻ അറിയണ്ടേ പാചകം ചെയ്യുന്നതൊക്കെ? അവന്മാർ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നിനക്ക് 2 പീസ് തരും. ഇവിടെ ബംഗാളി വെച്ചത് ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കിട്ടുവാണ് അത്. തരാടെ കൊതിയാ. പിന്നെ നമ്മൾ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്തിനാണ്? രാവണപ്രഭു റിലീസ് ആയില്ലേ? സൂപ്പർ പടം ഒന്നും അത്. ആദ്യത്തെ പടം പോലെ അല്ല, ആദ്യത്തെ രാവണപ്രഭു അല്ല ഇപ്പം. ഭയങ്കര ഗുമ്മൊക്കെ ഇട്ട് എന്തൊരു വൈബടെ പടം. എല്ലാരും പറയുന്നടാ, എനിക്കും പോയി കാണണം. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് കാണണം കേട്ടാ. പിന്നെ എനിക്ക് വേറൊരു വിഷമം എന്ന് വെച്ചാല്, എന്തിനാണ് ചേകന്റെ കൈ നീലകണ്ഠ അറുത്തത്? ഈ കൈ ഇല്ലാതെ അങ്ങനെ എങ്ങനെ ചോറിനോടെ? ചേരാടാ, നിന്റെ കുഞ്ഞമ്മേനെ മോനെ. എന്നാലും എനിക്കതൊരു ഭയങ്കര വിഷമം. ആണാ എന്റെ വിഷമം അതല്ലെണ്ണ. ഈ വലത്തെ കൈയില്ലാതെ പുള്ളിക്കാരന് ചോറുണ്ണാൻ പറ്റൂല, കുളിക്കാൻ പറ്റൂല, പേന വെച്ച് എഴുതാൻ പറ്റൂല. എന്തൊക്കെ ബുദ്ധിമുട്ടല്ലേ ഒരു മനുഷ്യന് കൈ ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ. നീ എന്തോന്നില്ല, ഒരു സിനിമയാകുമ്പോ നായക മില്ലന്റെ കൈയൊക്കെ അറുത്തുന്ന വരും. പിന്നെ യവന്മാര് കേട്ടാ ശരിയാവൂല. ഇതിന്റെ കറക്റ്റ് ഇനി കാര്യങ്ങൾ പറയാനുണ്ട്. ബാ ഞാൻ പറഞ്ഞുതരാം. വേറെ ഡയലോഗ് ഉണ്ടെന്ന്. ബാ. സിനിമയിൽ ഹിറ്റായി എത്ര ഡയലോഗ് നടക്കും? നിങ്ങൾക്ക് ആ ഡയലോഗിന്റെ വല്ല അർത്ഥം അറിയാമോ? ഇതൊക്കെ സൂപ്പർ ഡയലോഗ് എഴുതി വെച്ചേക്കുന്നത്. അനായാസേന മരണം, കലാബോധിതമായ ജീവിതം. ഈ അനായാസനുള്ള മരണം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് നിനക്ക് അറിയണമെങ്കിൽ നീ ഇപ്പൊ ഈ റോഡിലോട്ട് ഇറങ്ങിയില്ലേ, ഇപ്പൊ തന്നെ അറിയാം അനായാസന മരണം എന്തിനാണ്. അതൊക്കെ രഞ്ജിത്ത് എഴുതി വെച്ച തിരക്കഥയാണ്. തിരക്കഥ എങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഡയലോഗ് കിട്ടപ്പോഴത്തേക്ക് എനിക്ക് രോമാഞ്ചമാണ്. എനിക്ക് ഭയങ്കര വികാരം. ഇതൊന്നുമല്ല പ്രശ്നം. ഭാനുമതി ഉറങ്ങുന്ന മണ്ണാണ്. ഭാനുമതിക്ക് ഉറക്കണിക്കാൻ അതല്ലെന്ന്. നമ്മുടെ നീലകണ്ഠന്റെ വൈഫില്ലേ, അതായത് കാർത്തികേയന്റെ അമ്മ ഭാനുമതി, അവര് ഉറങ്ങുന്ന അവര് മരിച്ച മണ്ണാണെന്ന്. അങ്ങനെ ഈ മണ്ണ് അവര് വിട്ടുകൊടുക്കൂല ആർക്ക്. മനസ്സിലായ? നിങ്ങൾ പടം ഒന്നും കണ്ടില്ലേ? എടേ, ഞാൻ പടം കാണുന്നുണ്ട്. എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് വാര്യരാണ്. അതായത് മറ്റേ ഇന്നസെന്റ് അഭിനയിച്ച കഥാപാത്രം വാര്യ. നീലകണ്ഠന്റെ കൂടെ ഉണ്ട്, കാർത്തികന്റെ കൂടെ ഉണ്ട്. ഇനി കാർത്തികന്റെ മോന്റെ സീസൺ ഇറങ്ങിയ അതിലും ഉണ്ട് ഇന്നസെന്റ്. അതാണ് അങ്ങനെ സൂപ്പർ കേട്ടോ എന്നും പറഞ്ഞു. പുള്ളിക്കപ്പൊ ഇരട്ട ചങ്കായിരിക്കും. അതേനടേ, ഒരു ഇറിറ്റേറ്റ് ആവുന്ന കഥാപാത്രം ഉണ്ടായിരുന്നു. മറ്റേ പുള്ളി ഇങ്ങനെ സ്വെറ്റ്ലാമ്പ് കത്തിച്ചോണ്ട് വരികയല്ലേ? ബീഡി വലിക്കാൻ വന്ന അല്ലെന്ന്. പിന്നെ മറ്റേ വിജയരാഘവ ആ പെട്രോൾ അങ്ങനെ ഒഴിച്ച് സിഗരറ്റ് ലാമ്പ് കത്തി, കാർ അങ്ങനെ കത്തി, അവസ്ഥ മൊത്തത്തിൽ തീ പിടിച്ച് നശിക്കുകയല്ലേ? എന്തൊക്കെയായാലും എക്കാലത്തെ ഹിറ്റാണ് ഈ സിനിമ രാവണപ്രഭു. അതുകൊണ്ട് ഞാൻ ഈ റീ റിലീസ് പോയി കണ്ടിരിക്കും, ഉറപ്പായിട്ട്. നിങ്ങൾ ഇന്ന് കാണണം.